അസ്സലാമു അലൈക്കും. കുഴക്കും വേണ്ട പരത്തും വേണ്ട, എന്നാലോ പൂരി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പൂരി ഇഷ്ടമില്ലാത്തവർക്കെന്ന് മാത്രമല്ല, കുഞ്ഞു മക്കൾക്ക് വരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കേട്ടത്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോമ്പല്ലാത്ത കാലത്തും നല്ല ഉത്തമമുള്ളൊരു പലഹാരം തന്നെയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു പലഹാരം. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിനൊരു പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ അങ്ങനത്തെ ഷേപ്പൊക്കെ ഉണ്ടാവുള്ളൂ, നീണ്ടുകൊണ്ടും കൂർത്തുകൊണ്ടും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഏതായാലും ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിലേക്ക് എന്തൊക്കെ വേണ്ടെന്നൊക്കെ നമുക്ക് വൈകാതെ അങ്ങോട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ബാറ്ററിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് കടലമാവാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ മൈദമാവ് എടുക്കാം. കടലമാവ് എടുത്ത് ആ അളവിന് തന്നെ അരിപ്പൊടിയും കൂടി എടുക്കുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് അരിപ്പൊടി പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവും, അതുപോലെ തന്നെ കടലമാവ് ഉണ്ടാവും തന്നെയാണ് എനിക്കൊരു തോന്നൽ. കാരണം ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കടലമാവ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരും അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കണേ. ഏതായാലും ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു ഇട്ട സാധനം എന്താ വെച്ചാൽ 1/2 ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് നല്ല ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പല്ല ഇട്ട് കൊടുക്കണത്, പുതിനയിലയാണ്. പുതിനയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ലേശം ഇട്ട് കൊടുത്താലും മതിയാവും. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില, അതിപ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടാവുമെന്ന് വിചാരിക്കണേ, അത് ഇട്ട് കൊടുത്താലും മതിയാവും. ഏതായാലും മക്കളെ ഇത് വല്ലാത്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണേ ഒരിത്തിരി ഗരം മസാലയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണ്ട, അങ്ങനെ ആകുമ്പോൾ ഒരു കുത്ത് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് വേണ്ട, കാരണം ഈ ഒരു ബാറ്ററിന് മാത്രമുള്ള ഉപ്പ് മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ റെഡിയാക്കൂലേ, ആ ഒരു തിക്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ പാകത്തിന് വെള്ളം ആവും ചെയ്യും. പോരാത്തതിന് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പൊടി ഇങ്ങനെ കലക്കിയെടുക്കുമ്പോൾ കട്ട പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുറേശ്ശെ ഇളക്കിയെടുത്താൽ നല്ല തിക്ക് ബാറ്ററായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടിയാണ്. പോരാത്തതിന് മക്കൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങനെ വാങ്ങിയിട്ട് വരിക. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്താൽ മതിയാവും. നല്ല ഉരുളക്കിഴങ്ങ് വലുത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ വലിയ ഉരുളക്കിഴങ്ങ് കിട്ടിയാൽ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ രീതിയിൽ തീരെ കട്ടിണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ കത്തി നമ്മളിങ്ങനെ കട്ട് ചെയ്യണ സമയത്ത് കത്തി നെതലടിച്ച് കാണുന്ന രീതിയിൽ കട്ട് ചെയ്യണം. ഇതുപോലെ കേട്ടോ, ഒരു പണിയില്ല, നമ്മൾക്ക് നല്ല കുറച്ചൊരു സാവധാനത്തിൽ കട്ട് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ. കണ്ടല്ലോ, കാണില്ലേ? പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ കത്തി നെതലടിച്ചിട്ട് കാണുന്നുണ്ടോയെന്ന്. കത്തി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണുന്ന പോലെ തോന്നും. നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുക്കണുള്ളൂ. ഞാൻ 2 നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്ന് വെച്ചേന്. പക്ഷേ ഇതൊന്ന് കട്ട് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു കൊട്ട നിറയെ ഉണ്ടാവും ഈ ഒരു പലഹാരം. അപ്പോൾ പിന്നെ കൂടുതലൊന്നും വേണ്ടല്ലോ. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നി ഇത്രയൊന്നും വേണ്ടില്ലേനിന്ന്. കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് നോമ്പറ്റ് നമുക്ക് പല കാര്യത്തിനും ആവശ്യമുള്ളൊരു സാധനമാണ്. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര കഴിച്ചാലും പൂതി തീരാത്തൊരു സംഭവമാണല്ലോ അല്ലേ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരം. കുട്ടികൾക്ക് ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തോ ഇനി അല്ലാത്ത സമയത്തോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ചൂടുകാലത്ത് ഒരുപാട് ജോലികളൊക്കെ കഴിഞ്ഞിട്ടാവുമ്പോൾ നമ്മൾ മക്കളൊക്കെ ഒരു മഗ്‌രിബിന് നേരത്തെ എന്തെങ്കിലും ഒരു പലഹാരമില്ല ഞാൻ ഒരു കണ്ണൊക്കെ നോക്കും. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പലഹാരം കൂടിയാണിത്. ഇതിലേക്ക് മധുരം ഒന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ ആർക്കും കഴിക്കട്ടോ. ഇനിയിപ്പോൾ മധുരം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ നല്ല മാറാല പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കഴുകിയെടുക്കണം.
എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചൊരു പൊടി ഉണ്ടാവും. അപ്പോൾ ആ പൊടി ഒന്ന് കളയാന്നുള്ളതാണ് കേട്ടോ ഈ ഒരു കഴിക്കലിൻ്റെ ഉദ്ദേശം. എന്നല്ലാതെ നമുക്കിപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നല്ലോണം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് കഴുകല്ലോ കേട്ടോ, ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടാവുമല്ലോ ഒരു പൊടി നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അതിങ്ങനെ പോക്കാണ് എങ്കിൽ നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടുള്ളൂ ഈ ഒരു പലഹാരം. അപ്പോൾ അതാ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിമത്തെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല വൃത്തിയുള്ളൊരു മുണ്ടെടുക്കുക. മുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു തുണി ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഇത്തിരി നേരം കൊണ്ട് നമ്മളിതിങ്ങനെ ഒരു സൈഡ് പരത്തിടുമ്പോഴേക്കും മറ്റേ സൈഡത്തെ വെള്ളമൊക്കെ ഈ ഒരു മുണ്ട് വലിച്ചെടുക്കും. അപ്പോൾ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫാനിൻ്റെ ചുവട്ടിലൊന്നും വെക്കേണ്ട കേട്ടോ. നിങ്ങൾക്കൊരു മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ നിങ്ങളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയും. ഇതിന് തീരെ പണിയില്ല. അപ്പോൾ ഒരു സൈഡൊക്കെ എന്നിട്ട് ഈ ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ തോർത്തി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയോടൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങുമത്തെ വെള്ളമൊക്കെ നല്ലോണം വലിച്ചു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോട്ടൻ്റെ ഏത് തുണിയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചെടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചപ്പോഴേക്കും നല്ല ഉഷാറായിട്ട് തന്നെ നനവൊക്കെ പോയി നല്ല കുട്ടപ്പന്മാരായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവരെല്ലാവരും വലിയൊരു പണിയൊന്നുമില്ല, ചെറുതായിട്ടുള്ള പണിയേ ഉള്ളൂ. നല്ലൊരു ഒലർച്ച കിട്ടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക. ഇനിയിപ്പോൾ വലിപ്പമുള്ള കിട്ടിയില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെറുതുകൊണ്ടായാലും ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇങ്ങനെയാണ് കേട്ടോ മുക്കി പൊരിക്കണത്. എങ്ങനെ വെച്ചാൽ ഇതുപോലെ കുറച്ചൊരു കുണ്ടുള്ള ചട്ടി നോക്കിയിട്ട് വെക്കുക കേട്ടോ. പരന്ന ചട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേണ്ടി വരും, കാരണം ഇത് മുക്കിയാണ് പൊരിക്കുന്നത്. നമ്മൾ പപ്പടമൊക്കെ പൊരിക്കില്ല, പൂരിയൊക്കെ പൊരിക്കും, അതേപോലെയാണ്. പക്ഷേ പൂരിനെ പോലുള്ള ആ ഒരു പ്രയാസമൊന്നുമില്ല, നല്ല സിമ്പിളാണ്. പിന്നെ ഇപ്പോൾ ഒരു പൂരിയൊക്കെ ഉണ്ടാക്കണേ നമുക്ക് ഒരുപാട് നേരം മെനക്കെടല്ല, കുഴച്ച് പരത്തി ഒക്കെയാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റിയാണ്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എണ്ണയിൽ പൊരിക്കണതിന് എന്ത് ഹെൽത്തിയാണെന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിക്കാതെ ഇപ്പോൾ പലഹാരം ചുരുക്കല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണ പലഹാരം വേണ്ടാന്നുള്ളവർ ഇത് നോമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാലും മതിയാവും കേട്ടോ. ഉണ്ടാക്കിക്കൊള്ളേണ്ടി എന്താ വെച്ചാൽ അധികം ആളുകളും നോമ്പിൻ്റെ സമയത്ത് എണ്ണ പലഹാരം കഴിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിന്നെ വീട്ടിൽ തോന ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഒന്നൊന്നും കഴിച്ച് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും വരില്ല. 2-3 പേരുള്ള വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓലെന്നെ കുത്തിരുന്ന് കഴിച്ചാൽ ഒരു പക്ഷേ അത് വലിയൊരു ഗുണമൊന്നുമില്ല കേട്ടോ എണ്ണക്കടി നോമ്പറക്കുന്ന സമയത്ത്. അപ്പോൾ നല്ലോണം പൊള്ളച്ച് വരുന്ന കണ്ടില്ല നിങ്ങൾ. ഇത് നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് പാടനൊന്നും പൊള്ളൂല കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കൽ തുടങ്ങിയാൽ നല്ലോണം പൊള്ളി കുട്ടപ്പനായി വരുന്നത് നല്ലോണം പൊള്ളു കേട്ടോ. നല്ലോണം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊള്ളും. ഇതിക്കൊരു അപ്പക്കാരോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ഉരുളങ്കിഴങ്ങ് പൊരിക്കുമ്പോൾ തന്നെ നമ്മൾ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പൊരിക്കൂലേ, അപ്പോഴൊക്കെ നല്ലോണം പൊള്ളി വരലില്ലേ, അതുപോലെ പൊള്ളി വരികയാണ് കേട്ടോ. നല്ല ഉറടുത്ത് നിൽക്കും. നല്ല കണ്ടില്ല, 2 സൈഡും നല്ലോണം പൊള്ളിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പലഹാരമാണ്. ഇതിപ്പോൾ നമ്മളെക്കാളും ഇഷ്ടമാവും മക്കൾക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കറിയൊക്കെ നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കി കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്, ഈ ഒരു മല്ലിച്ചപ്പ്, കുറച്ച് സുർക്ക എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു അടിച്ചെടുത്ത് നോക്കിയാണ്. അതിക്കിപ്പോൾ തേങ്ങൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങളൊന്ന് അടിച്ചെടുത്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കുത്തി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും കഴിക്കുക. ഏതായാലും ഇതൊരു പൊളി പലഹാരമാണ്, അതേ പറയാനുള്ളൂ. പൊളി എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉരുളങ്കിഴങ്ങല്ലേ ഉണ്ടാകുക. ഇവിടെ റിതുവിനൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉരുളങ്കിഴങ്ങാണ്. പക്ഷേ ആദ്യമൊക്കെ നല്ലോണം കൊടുത്തിന്, പിന്നെ പുണ്ണൊക്കെ വന്നപ്പോൾ ഡോക്ടറിന് ഉരുളങ്കിഴങ്ങ് കൊടുക്കരുത്, പൊരിച്ച ഉരുളങ്കിഴങ്ങൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിർത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ ചേച്ചിയാണ് പറഞ്ഞാട്ടെ ഈ ഒരു അനുഭവം. കാരണം നമുക്ക് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു നല്ല മെസ്സേജ് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കാരണം ഒരുപാട് ആളുകൾ പറയും എന്തിനാണ് ഫുഡിൻ്റെ അടിയിൽ വേറുള്ളതൊക്കെ പറയണതെന്ന്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിയണോ ഉരുളങ്കിഴങ്ങ് പൊരിച്ച് കൊടുക്കാതിരിക്കുക കേട്ടോ നല്ലത്. ഇതിനേക്കാളൊക്കെ നല്ലൊരു തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഏതായാലും നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റട്ടോ.
ഉരുളൻകിഴങ്ങിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്തിട്ടുണ്ടാകും, പക്ഷെ വൈറ്റ് കളറുണ്ടാകുക. നമ്മൾ ഈ മാവാണ് നല്ലോണം പൊള്ളണത്. അതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങും പൊങ്ങും. എന്നാലത്തെ കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് ഉണ്ടപ്പക്രം കേട്ടോ. കണ്ടില്ലേ ഇത് കുറച്ച് കഴിഞ്ഞാൽ ചപ്പും. അപ്പോൾ ഞാൻ ചപ്പുമ്പോഴത്തേന് വേഗം ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഫോട്ടോ എടുക്കുമ്പോൾ അത് ചപ്പിക്കഴിഞ്ഞാൽ പിന്നെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇനി കുറച്ചും കൂടി ഇങ്ങനെ ഇട്ടിട്ട് കാട്ടിയിട്ട് ബാക്കി ഞാൻ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടാട്ടോ കാണിക്കണുള്ളൂ. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ലെങ്ത്ത് ആവും. അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ പറയലുണ്ട്, ഒരുപാട് ആളുകൾ ലെങ്ത്ത് ആയിക്കോട്ടെ, സംസാരം അങ്ങനെയാണ് നല്ല രസമെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വേറെ രീതിയിൽ സംസാരിച്ചിനിപ്പം സംസാരം ശരിയാക്കിയെന്ന് ചോദിക്കണവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ രണ്ട് രീതിയിലും സംസാരിക്കാൻ അറിയും. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യണം, എന്താ പറയുക, കുറച്ചൊരു ശുദ്ധ മലയാളം പറഞ്ഞെങ്കിൽ എല്ലാ നാട്ടുകാർക്കും കാണാൻ കഴിയുള്ളൂ. നിങ്ങളത് മലപ്പുറത്തേർക്ക് മാത്രമാണോ ഈ വീഡിയോ ചെയ്യണത്? ഞങ്ങൾക്കൊക്കെ ഉപകാരം ആവണ്ടേ? ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് എന്താ അതിൽ ഇടണമെന്നൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചു ശുദ്ധ മലയാളം പറയാമെന്ന്. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ മറ്റേ വർത്തമാനം പറഞ്ഞാലും നമ്മൾ ആളുകളുടെ കൂടുമ്പോഴൊക്കെ നല്ല ശുദ്ധ മലയാളം തന്നെയല്ലേ പറയാം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം എന്നാലും ചില ആളുകളൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ താഴെ ആദ്യത്തെ സംസാരം ഇനി കേൾക്കാൻ രസം, ഇപ്പോഴത്തെ അതില്ല എന്ന് ചില ആളുകൾ പറഞ്ഞ് ഇപ്പോൾ ബോറടിപ്പിക്കണില്ല, ആദ്യം ബോറടിപ്പിച്ചിന് സംസാരം എന്നൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ ചപ്പി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഫോട്ടോ എടുത്തൊക്കെ വരുമ്പോൾ ചപ്പുന്ന ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പപ്പോതിന് ചപ്പിയിട്ടുണ്ട്. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ ഋതു സ്കൂളിട്ട് വന്നു, ഉച്ചയാകുമ്പോൾ സ്കൂളിട്ട് വന്നപ്പോൾ പിന്നെ ഓൾ പരീക്ഷ കഴിഞ്ഞ് വന്നാണേ. അപ്പോൾ ഓൾക്കുള്ള കഞ്ഞിക്ക് ചമ്മന്തി അരച്ചു കൊടുത്ത്, കഞ്ഞിയാണ് ഓക്ക് കൊടുക്കൽ. നോമ്പ് നോൽക്കലുണ്ട്, ഇടയ്ക്കൊക്കെ ഞാൻ നോൽപ്പിക്കലുള്ളൂ. കാരണം 5ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അപ്പം തന്നെ എല്ലാം കൂടി നോൽക്കേണ്ട ഈ ഒരു ചൂടത്ത് അതാണ്. അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയാണ്. നല്ലോണം പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇനിയൊരു ഭാഗം പൊള്ളാൻ വാക്കില്ല. അപ്പോൾ എല്ലാം തന്നെ പൊള്ളിങ്ങനെ, പക്ഷെ ഒക്കെ ചപ്പി പോയിട്ടുണ്ട്. എന്നാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടൊരു ചമ്മന്തിനെ കുറിച്ച്. ആ ഒരു ചമ്മന്തി അരച്ചിട്ട് കഴിക്കുക, അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ ഇഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാണ് പറഞ്ഞത്. നോമ്പ് പോറ്റിട്ടേ കുറച്ച് എത്തിയണതാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് കൊടുത്താൽ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പപ്പൊടിയും അവലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ വീഡിയോക്ക് തൊട്ട് താഴെ ആ വീഡിയോ ഉണ്ടാവും, എല്ലാവർക്കും ഉപകാരപ്പെടും. ഈ ഒരു കൊടും വേനൽക്ക് ചൂടിൽ എന്താ ഇപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കുക, എന്താ ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ ഉണ്ടാക്കുക, എന്താ ഇപ്പോൾ നോമ്പറക്കുന്ന സമയത്ത് നിന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. ഭയങ്കര ഇഷ്ടമാവും. നല്ല ഭംഗിയുണ്ട്, നല്ല മൊഞ്ചുള്ള ഡ്രിങ്കാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാട്ടോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.